I'm honored to stand before you to propose the welcome address on this auspicious occasion. It's my honor to welcome our esteemed Chief Guest of the day, Mr. Sanju Joseph, Circle Inspector of Police, Palluripu. I welcome you, sir. Have been instrumental in shaping the school's success. I welcome you, dear sister. With great pleasure, I welcome our beloved principal, Reverend Sister Helena Albi, who is a visionary leader guiding our institution with wisdom, compassion, and dedication. I welcome you, dear sister. Please join me in welcoming our Vice Principal, Reverend Sister Shiny, who is a vital part of the school community who provides a supportive and inclusive environment for our students. I welcome you, dear sister. With great pleasure, I welcome our teacher representative, Mrs. Nina Roy, an outstanding educator and a communal personality. I welcome you, dear Miss, who have helped shape young minds, fostered growth, and inspired excellence. I welcome you, dear teachers. I would like to welcome our community of learners, our students, who are the heart of the institution. I welcome you all. I extend a special welcome to the student council members who have taken on leadership roles. We are looking forward to seeing the great things you will achieve. In conclusion, I welcome each one of you for being a part of this special occasion. Thank you. ലീഡറിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇൻവെസ്റ്റിച്ചർ അല്ലെങ്കിൽ സ്ഥാനാരോഹണ ചടങ്ങ്. ഒരു ഹെഡ് ഗേൾ ആൻഡ് ഹെഡ് ബോയ്, അവർക്ക് പ്രത്യേകമായിട്ടും റെസ്പോൺസിബിലിറ്റി വരുന്ന ദിവസവും കൂടെയാണ്, ഉത്തരവാദിത്തം. ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അവരെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തത് എന്ന് തിരിച്ചറിയാം. ഫസ്റ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ അവർക്ക് ലീഡ് ചെയ്യാനുള്ള കഴിവ്, ലീഡ്സ് ഫ്രം ദി ഫ്രണ്ട്, മുൻപിൽ നിന്ന് നയിക്കുക. അവർക്ക് അതിന് ചില ക്വാളിറ്റികൾ വേണം. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം. രണ്ട്, അത് മറ്റുള്ളവരെ കൊണ്ട് അസൈൻ ചെയ്യിപ്പിച്ച് ആ ഡ്യൂട്ടി ചെയ്യിപ്പിക്കാനുള്ള കഴിവ്. മൂന്ന്, വ്യക്തിപരമായ അവരുടെ കഴിവ്, സംസാരിക്കുവാനും മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനും ഉള്ള കഴിവ്. പിന്നെ അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി കൂടെ വേണം. ഇതൊക്കെ ചുരുക്കം ചില കഴിവുകളാണ്. ചില കഥകളുണ്ട്. 1000 സിംഹത്തെ ഒരു കഴുത നയിക്കുന്നതിനേക്കാളും നല്ലതാണ് 1000 കഴുതയെ ഒരു സിംഹം ലീഡ് ചെയ്യുന്നത്. കാരണം കഴുതകൾ എന്ന് നമ്മൾ കഥകളിൽ പറയുന്നത് ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കാത്ത, ഛിന്ന ഭിന്നമായി പോകുന്ന ഒരു കൂട്ടം മൃഗങ്ങളെന്നാണ് കഥയിലെ വയ്പ്.
എന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ അനുസരിക്കില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് നമ്മളിവിടെ കഴുത എവിടെ പോകുന്നതെന്ന് കളിയാക്കി അമ്മമാരൊക്കെ പലപ്പോഴും പറയാറ്. 1000 കഴുതുകൾ ചിന്ന ഭിന്നമായി പോയാലും അതിനൊരു ലീഡർ ഉണ്ടെങ്കിൽ, അതൊരു സിംഹമാണെങ്കിൽ, സിംഹത്തിന്റെ കൺസെപ്റ്റ് എന്താണ്? നമ്മൾ നല്ല കരുത്തുള്ള, അല്ലെ, പേടിപ്പിച്ച് ഭയപ്പെടുത്തി നിർത്താൻ കഴിയുന്ന, ഒരു നോട്ടം കൊണ്ട് കീഴടക്കാൻ കഴിയുന്ന ഒരു മൃഗമായിട്ടാണ് അല്ലെങ്കിൽ അനിമലായിട്ടാണ് നമ്മൾ കഥകളിൽ സിംഹത്തെ പറയുന്നത്. അപ്പം 1000 കഴുതുകളെ നയിക്കാൻ ഒരു ലീഡറായിട്ട് ആരും മതി, സിംഹം മതി. സിംഹത്തിന് ഒരു നോട്ടം കൊണ്ട് അവരെന്ത് ചെയ്യും? അവരെല്ലാം നമുക്ക് കൺട്രോളിലാക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി തീർച്ചയായും ഓരോ കുട്ടികളിലും വളർന്നു വരണം. ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ പാഠ്യ വിഷയങ്ങൾക്ക് ഉപരി പാഠ്യേതര വിഷയങ്ങളും കൂടി നിങ്ങൾ ഈ പഠന കാലഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുത്തണം. അതുവഴി നിങ്ങളുടെ വ്യക്തിത്വ വികസനം വരണം. അത് നിങ്ങളുടെ ഉയർന്ന പഠനത്തിനും നിങ്ങളുടെ ഭാവി ജീവിതത്തിനും കുടുംബജീവിതത്തിനും ജീവിത വിജയത്തിനും അത് ഉപകരിക്കും. നമ്മൾ വെറും പാഠ്യവിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോരാ. നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഓരോ ക്വാളിറ്റികൾ അത് ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ള കഴിവായിരിക്കും, ക്ഷമാശീലമായിരിക്കും, അനുസരിക്കാനുള്ള കഴിവായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവായിരിക്കും, മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് വളർത്തുന്നു. കൂടാതെ കുറച്ച് കലകളിൽ, അതായത് ഡ്രോയിങ്ങിന്, ഇപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് സെറമണിയിൽ ഒരു ഡാൻസ് കണ്ടില്ലേ കുട്ടികളുടെ, ഈ കഴിവുകൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിത വിജയത്തിന് തീർച്ചയായും ഉപകരിക്കും. നമ്മുടെ ഒരു ഫാമിലി ലൈഫായി പോലും ഇത്തരം കഴിവുകൾ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ക്ഷമ, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്. പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല, ഭാര്യയ്ക്കും ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും. അപ്പോൾ ഇത്തരം കഴിവുകൾ ഈ പഠന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വളർത്താൻ കഴിയുവാണെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയം. നമ്മൾ പഠനത്തിൽ വിജയിച്ചതുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കുന്നില്ല. നിങ്ങളുടെ പഠന കാലയളവ് എന്ന് പറഞ്ഞാൽ കൂടി പോയാൽ സ്കൂൾ കാലയളവ് 17 വയസ്സ് വരെയോ 16 വയസ്സ് വരെയോ, അത് കഴിയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം 23, 24, 25 വയസ്സോടുകൂടിയൊക്കെ നമ്മൾ ഏകദേശം സാധാരണ ആൾക്കാർ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കും. പിന്നീട് നമ്മൾ പോകുന്നത് ഒന്നിൽ നമ്മളുടെ അക്കാദമിക് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ജോലിയിലേക്കായിരിക്കും. അത് കഴിയുമ്പം ഒന്നുകിൽ വിവാഹ ജീവിതമായിരിക്കും. അതാണ് നമ്മുടെ ഫാമിലിക്ക്. പിന്നെ നമുക്ക് വർഷങ്ങളുണ്ട്, 10, 65, 70 വയസ്സ് വരെ ആവറേജ് ആയുസ് നമുക്കുണ്ട്. 60, 65 വയസ്സിൽ നമുക്ക് ആവറേജ് ആയുസ്. അപ്പം അത്രയും ആ കാലഘട്ടം നമ്മുടെ ജീവിതം ജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് സ്വായത്തമാക്കിയിരിക്കുന്ന കഴിവുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പറ്റും. തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തോടൊപ്പം നിങ്ങളുടെ ജീവിത വിജയവും നേടാൻ നിങ്ങളെ കഴിയട്ടെ. അതിനെ ഒരുക്കുന്ന എല്ലാ അധ്യാപകരും. മനോഹരമായ സ്കൂളാണ്, മനോഹരമായ അങ്കണമാണ്, കുട്ടികളുടെ ഡിസിപ്ലിൻ, ഇവയെല്ലാം നിങ്ങളെ പരിശീലിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അധ്യാപകർ. അതിന് ജഗദീശ്വരൻ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന നിങ്ങളുടെ ട്രെയിനേഴ്സായ ടീച്ചേഴ്സിന് ഐസും ആരോഗ്യം നൽകട്ടെ. എല്ലാ കുട്ടികൾക്കും ഐശ്വര്യവും പഠന വിജയത്തിനുള്ള കഴിവും അതുമാത്രമല്ല ജീവിത വിജയവും നേടാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. സാധാരണ ലഹരിയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ ആവശ്യമിവിടെ ഇല്ല. ലീഡേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ഹെഡ് ഗേൾ ആൻഡ് ഹെഡ് ബോയ്സിനുള്ള എല്ലാ ആശംസകളും ഞാൻ ഇതോടൊപ്പം അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ലീഡർ ആയിരിക്കട്ടെ. ലീഡിങ് ക്വാളിറ്റി, ലീഡേഴ്സിൻ്റെ ക്വാളിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും സെൻട്രൽ സ്കൂളിനും ഇതിനെ ഒരുക്കിയ അധ്യാപകർക്കും എസ്പെഷ്യലി എൻ്റെ പ്രിൻസിപ്പളിനും ഞാൻ നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
We, the students of St. Rita's Public School, hereby swear that we shall discharge our duties and responsibilities to the best of our ability. We shall be models in discipline, honesty, and integrity. We shall respect all the rules and regulations of the school and abide by the school motto, love and serve. Good morning, esteemed guest of the day, Mr. Sanju Joseph, CIO Paluruthi, Manager, Reverend Sister Minnie Agnes, Staff Secretary, Ms. Leena, dear staffs, and most importantly, our wonderful students. It is a momentous occasion where we formally invest our newly elected students leaders with the responsibilities and duties that come with their esteemed positions. This ceremony is not merely a tradition, but a profound acknowledgement of the trust and confidence that the entire school community has placed in our young leaders. Today, we recognize the potential, dedication, and commitment of these exceptional students who have stepped forward to serve their peers and enhance the values of our institution. To our newly appointed leaders, I congratulate you on your achievement. Remember, leadership is not about titles or positions, but about actions and example. You have been chosen because you have demonstrated qualities that we hold in the highest regard: integrity, resilience, empathy, and the courage to do what is right. As you take on your new roles, remember that you are the torch bearers of our school's legacy. Lead with compassion, listen with empathy, and act with integrity. Your leadership will be tested and there will be challenges along the way. But I am confident that we will rise to occasion and make us proud. Let us all remember that true leadership is about service. It is about making a positive impact and inspiring others to do the same. As you wear your badges of office today, wear them with pride and humility, and let them remind you of the responsibility you carry. Congratulations once again to all our new leaders. I wish you all the best in your endeavors and look forward to witnessing the great things you will achieve. Thank you all. Good morning, everyone. Respected Chief Guest of the day, beloved Principal, Vice Principal, teachers, and my dear friends. I stand before you with immense graduation and appreciation for electing me as the head boy of St. Rita's Public School. I promise to create an inclusive, respectful, and empowering environment. Thank you, everyone. Good morning, everyone. Respected dignitaries on the dais. I stand here as a leader, not just to lead, but to work in collaboration to achieve the best for our school. So I extend my heartfelt gratitude to everyone who had supported me to be right here. Thank you. The best and beautiful things in the world cannot be seen, but they can be felt by the heart. I'm Amina Shabir of grade 9. It's my honor to express the gratitude and recognize the efforts of those who have gladly
to make this event a success. I extend my sincere gratitude to our esteemed chief guest, Mr. Sanchu Joseph, the Circle Inspector of Police Pallurdi, for accepting our invitation and inspiring us with your insights. I thank you, dear sir. I take a moment to express my heartiest gratitude to our beloved manager, Reverend Sister Minnie Agnes. Your leadership have created a positive and inclusive environment. I thank you, dear sister. I express my heartfelt gratitude and appreciation to our beloved principal, Reverend Sister Elena Albi. Your dedication and wisdom have led in shaping our institution into a vibrant community. I thank you, dear sister. A warm and heartfelt thanks to our Vice Principal, Reverend Sister Shiny Matthew, whose tireless efforts in the smooth operation of our institution have not gone unnoticed. I thank you, dear sister. I thank our teacher representative, Mrs. Nina Roy. Your dedication and commitment have never unnoticed. I thank you, dear miss. Big thanks to all the tireless and hardworking teachers for your expertise, guidance and support. I thank you, dear teachers. I thank all the enthusiastic students. Your talents, energies and perspectives have enriched our school community. We thank you all. Our sincere gratitude to the school council members. We are looking forward to collaborative contributions to enrich the school community. I thank you all. In conclusion, I would like to thank each one of you once again for your support, generosity and love. Thank you.